നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം മൊബൈൽ ന്യൂമറോളജിനെ കുറിച്ചാണ്. അതെ, മൊബൈൽ ന്യൂമറോളജി. പൊതുവെ മൊബൈൽ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും കൂടുതൽ സമയവും. അതായത് സ്വന്തം ഭാര്യ പോലും ഉണ്ടാകാറില്ല. എന്നിരുന്നാലും സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ കുടുംബമോ ആരോ ഇല്ലെങ്കിലും മൊബൈൽ നമ്മളുടെ കൂടെ ഉണ്ടാകും. എന്നാൽ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ സ്പോട്ട് നമുക്ക് മേടിക്കാം അല്ലെങ്കിൽ ലഭിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് ചില നിയമങ്ങളുണ്ട്. 3 നിയമങ്ങളാണ് അതിനുള്ളത്. ഏതെല്ലാമാണ് ആ നിയമങ്ങൾ? ആദ്യത്തെ നിയമം, ഒന്നാമത്തെ നിയമം എന്തെന്നാൽ 248 എന്ന സംഖ്യ ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ 248 എന്ന് പറഞ്ഞാൽ 248 എന്ന സംഖ്യ ഒഴിവാക്കണം. ദേ ആർ ടെൻഷൻ ഗിവർ നമ്പേഴ്സ്. രണ്ടാമത്തേത്, ആ നമ്പറുകൾ 10 ഡിജിറ്റൽ നമ്പറാണല്ലോ മൊബൈലിൻ്റെ, അതെല്ലാം കൂട്ടിക്കിട്ടുമ്പോൾ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 156 എന്ന സംഖ്യയിൽ അത് വരണം. ഒന്നും കൂടി പറയാം, ആ ടോട്ടൽ മൊബൈൽ നമ്പർ 156 എന്ന സംഖ്യയിൽ വരണം. മൂന്നാമത്തെ, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റൽ നമ്പർ, അതായത് അവസാനം വരുന്ന ഡിജിറ്റൽ നമ്പർ 11 33 55 66 99 അല്ലെങ്കിൽ 11 66 11 33 55 66 99. അങ്ങനെ ആ രീതിയിൽ അതിനെ സ്ട്രോങ് ആക്കണം, അവസാനത്തെ 3 നമ്പറുകൾ. പിന്നെ ഇതാണ് 3 നിയമങ്ങൾ. അടുത്ത ഒരു വിഷയം കൂടി, ഒരു സംശയം കൂടി ചിലപ്പോൾ നിങ്ങളിൽ വരാം. 0 എത്ര എണ്ണമാവാം? തീർച്ചയായിട്ടും ഒരു 0 ആണ് ആവശ്യം. ഒരു 0യുടെ കൂടുതൽ ആവുന്നത്രയും ഒഴിവാക്കുക, വരാതിരിക്കാൻ നോക്കുക. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മൊബൈൽ ന്യൂമറോളജിയുടെ ഭാഗം. ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയുമായിട്ട് നന്ദി, നമസ്കാരം.